ചായ കിട്ടുന്നത് വഴിയില്ലല്ലോ. അനക്ക് ചായ എന്റെ കാല് ഭയങ്കര വേദനയായി. ഇന്നലെ ഒന്ന് വീണുണ്ടോ? ഡോക്ടറെ അടുത്ത് പോയി. പക്ഷെ അവിടെ ഭയങ്കര തിരക്കാ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് പച്ചമരുന്ന് മറ്റേ കമ്മൂഷപ്പല്ലേ മറ്റേ അത് തേച്ചിട്ട് അവിടെ നിന്നു. അപ്പൊ കുഴപ്പമൊന്നുമില്ല, ഉണക്കൊക്കെ ഉണ്ട്. അത് ഈ കാല് വീഴുക. ഇന്നിപ്പോ ഒരു ചായ കുടിക്കാനും പാകല്ല. നീ പറഞ്ഞ അതാ രണ്ടാവണല്ലേ? ആ വരുന്നതാരാ നോക്കിയേ. ആളല്ലേ ഇന്ത്യ പാകിസ്ഥാന്റെ പ്രശ്നം തീർത്താള്. ഇനിയിപ്പോ പണിയായി. വാടോ, വായോ, ഇരിക്ക്. പറയൂ. കൊറേ കാലായില്ല കണ്ടിട്ട്. നിങ്ങളെ എങ്ങനെയാ കാശ്മീര് പ്രശ്നം തീർത്തു? കാശ്മീര് ഇന്ത്യയായിട്ടുള്ള പ്രശ്നം അത് തീർത്തു. പാകിസ്ഥാനിലുള്ളവരെ ഒരു 4 ആൾക്കാര്, നമ്മുടെ കേന്ദ്രത്തിന്റെ ഒരു 4 ആൾക്കാര്, 4 ആള് അവര്, 4 ആള് നമ്മള് അടച്ചിട്ടുള്ള റൂമിലായിരുന്നു. ഞാൻ തുടങ്ങി ചർച്ച ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോ ഞാൻ ലാസ്റ്റിക്ക് ഒന്നും പറയാനില്ല. ഒറ്റ കാര്യം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ വേണ്ടി കാശ്മീർ വേണം, പിടിച്ചോളി തരാ, പക്ഷെ എഗ്രിമെന്റ് ഇപ്പൊ എഴുതാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ കാശ്മീരിന്റെ കൂട്ടത്തില് കേരളം നിങ്ങൾക്ക് തരും. കേരളം കൂടി നിങ്ങൾക്ക് തരും ഫ്രീ ആയിട്ട്. ഇതാണ് കേട്ടോ വഴിക്കില്ലോ. അടുത്ത വണ്ടി കഴിഞ്ഞിട്ട് അവര് ഒറ്റ പോക്ക്. പിന്നെ അവർക്ക് ഒന്നും വേണ്ട. അങ്ങനെ ആ സംഭവം സോൾവായി. എനിക്കായി കുറച്ച് തിരക്കുണ്ട്. ട്രംപ് വിളിച്ചുകൊണ്ടായിരിക്കുന്നുണ്ട്. ഇറാനായിട്ട് എന്തോ പ്രശ്നമുണ്ട് ഇത്ര. ഇതിപ്പോ ഞാൻ അവിടെ പോവാം ചർച്ചയ്ക്ക് വിളിച്ചിട്ട് അവരോട് ഞാൻ പറയാൻ പോകുന്നത് എന്താ അറിയോ, ഇവിടെ പ്രശ്നം തീർക്കാൻ കേരളം തരും, കേരളം കൊടുക്കും. അങ്ങനെയെങ്കിലും ആ പ്രശ്നം തീരട്ടെ. ആമാ, നിങ്ങൾ എവിടെയൊക്കെ തെരഞ്ഞു? നിങ്ങൾ അമ്മായി അവിടെ തെരഞ്ഞെടുക്കണ്. നിങ്ങൾ ഇന്നലെ ഇന്നൊന്നും മരുന്ന് വെച്ചില്ല. നിങ്ങൾ എപ്പോഴാ ചങ്ങല പൊട്ടിച്ച് പോകുന്ന അവിടുന്ന്? നിങ്ങൾക്ക് ഭ്രാന്ത അല്ല ചങ്ങായിമാർ? നിങ്ങൾക്ക് ഭ്രാന്ത, ഇയാൾക്ക് ഭ്രാന്താണ്, നിങ്ങൾക്കും ഭ്രാന്ത. ഈ പന്നി ഇവിടെ കുത്തിരിക്ക. അവന്റെ ഭാര്യ വീട്ടിലൊക്കെ ഫോൺ ചെയ്തേക്കണു. മനുഷ്യനെ അവിടെ ഇരിക്കാൻ പറ്റുമോ? നമുക്ക് പ്രാന്ത അവിടെ കുത്തിരിക്കാം. വല്ല പ്രാന്താസ്പത്രി പോയി കിടക്കയ്യേ. ഈ ഇവിടെ കുത്തിരിക്കണ്ട. ഈ കാലത്ത് ഗുളിക കഴിച്ചിക്കണ്ട. വീട്ടിൽ പോടാ. ഞാനും ഗുളിക കഴിച്ചില്ല. എല്ലാവരും പറഞ്ഞയച്ചു. ഞാൻ ഇവിടെ നിക്ക. ഞാനും ഗുളിക കഴിച്ചില്ല.